The power of thoughts. The power of thoughts. നമ്മളെ നന്നാക്കുന്നതും നമ്മളെ ഇല്ലാതാക്കുന്നതും നമ്മുടെ ചിന്തകൾ തന്നെ. നമ്മുടെ അകത്തേക്ക് ചിന്തകളെ ഏത് രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഈ ചിന്തകളെ ജനറേറ്റ് ചെയ്യണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. എല്ലാ കാര്യങ്ങൾക്കകത്തും, ഒരു മനുഷ്യനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും അവൻ തന്നെയാണ് സ്വയം തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ സ്വയം തീരുമാനമെടുക്കുമ്പോൾ ഏറ്റവും അധികം ഷാർപ്പായിട്ട് നോക്കിക്കാണേണ്ടത് നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ടാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ചിന്തകളാണ് പുറപ്പെടുവിക്കുന്നതെന്നും ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഓർക്കുക. ചിന്തകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് ആൻ എനർജി. നമ്മൾ ഏത് എനർജീനെ ആണോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ എനർജി പോയി ചെന്ന് നമ്മുടെ ഫ്രണ്ടിൽ, അതായത് ഇൻവിസിബിളായിട്ട് കിടക്കുന്ന ഈ എനർജി ചില വിസിബിൾ തിങ്സിനെ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തോട്ട്സാണ് നമ്മൾ മൈൻഡിനകത്തേക്ക് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സിനകത്താണ് നമ്മൾ സോക്കായിട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റും എല്ലാ കാര്യങ്ങൾക്കും എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ബട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ്, അതിന് നമ്മളൊരു തീരുമാനം എടുക്കുക, ഒരു സെൽഫായിട്ട് ഒരു ഉറപ്പെടുക്കുക. ഓക്കെ, ഒരു ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുമ്പോഴത്തേനും രണ്ട് തരത്തിലുള്ള ചിന്തകളും മിക്സിങ് ആയിട്ട് വരും. നമുക്ക് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നില്ല. ബട്ട് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്താൽ, നമ്മളൊന്ന് ഉറപ്പിച്ച് തീരുമാനിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ തന്നെ ഡെയിലി പ്രാക്ടീസിൽ കൂടി പോസിറ്റീവായിട്ടുള്ള തോട്ട്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മൾ എത്രത്തോളം നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിട്ടിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത് എല്ലാം പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിനെ ഏറ്റവും പവർഫുള്ളാക്കി വെക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ബോഡീനെയും പവർഫുള്ളായിട്ട് വെക്കും. ദ പോസിറ്റീവ് തോട്ട്സ് ഈസ് ലൈക്ക് എ മെഡിസിൻ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് തോട്ട്സ് ആണ്. ചിന്തകൾക്ക് ഒരു ക്ഷാമവുമില്ല, പക്ഷേ നല്ല ചിന്തകൾക്ക് നല്ല ക്ഷാമമാണ്. കാര്യം ദൈനംദിന ജീവിതത്തിനകത്ത് കൂടി നേരിടുന്ന പല കാര്യങ്ങൾക്കകത്ത് നിന്നിട്ട് മനുഷ്യനിൽ രൂപം കൊണ്ട കാര്യമാണോ എന്നറിയത്തില്ല. ആദ്യം ചിന്തിക്കുന്നത് എപ്പോഴും വിരുദ്ധമായിട്ടായിരിക്കും. വിരുദ്ധ ചിന്താഗതികൾ എപ്പോഴും നമ്മളെ പിന്നിൽ നിന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിന് നമ്മളായിട്ട് തന്നെ അവസരം കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ വിരുദ്ധ ചിന്താഗതിയിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെ ഒരു അനുകൂല ചിന്താഗതിയിലേക്ക് മാറാമെന്ന് ചോദിച്ചാൽ പ്രാക്ടീസിൽ കൂടി മാത്രം. പ്രാക്ടീസ് ചെയ്യുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജരാകുക, നമ്മുടെ ബ്രെയിനെ ആക്റ്റീവ് ആക്കുക. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ മൈൻഡിൽ ആദ്യം നമ്മൾ മനഃപൂർവ്വം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമെന്നുണ്ടെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ നമ്മളിൽ തന്നെ ആർജിച്ചെടുക്കണം. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, സാധാരണ വ്യക്തികൾ എപ്പോഴും ഒരു പെയിൻഫുൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്ത മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചിന്തയ്ക്ക് പിന്നാലെ ചടഞ്ഞുകൂടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ചെയ്യാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. ചിന്തിക്കുക, ചിന്തിച്ചു കൂട്ടുക, ആക്റ്റീവല്ല. അവർക്ക് അവരുടെ ലൈഫിനകത്ത് അവർ വേറെ ഒരു കാര്യത്തിലും ആക്റ്റീവല്ല. അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്ത് ചിന്തിക്കാന്? സ്വയം മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവനെക്കുറിച്ച് ആവശ്യമില്ലാണ്ട് മെനഞ്ഞെടുക്കുന്ന ചിന്തകൾ. അത് ഡെയിലി ആദ്യം ഒരു ദിവസം ഒരു 10 ചിന്തയായിരിക്കും. ആ 10 ചിന്ത അടുത്ത് കുട്ടിയിട്ട് അതൊരു 20 ചിന്തയാകും. അത് പിന്നെ 200 ചിന്തയാകും. സോ വേറെ ജോലിയില്ല. വേറെ ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അന്തവും കാണത്തില്ല. സോ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ആദ്യം നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. എങ്ങനെയുള്ള ചിന്ത എന്നിൽ നിന്നിട്ട് ഉണ്ടാവണം. ഇനി എന്നിൽ നിന്നിട്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മിൽ നിന്നിട്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പെയിൻ എടുപ്പിക്കുന്നത്, മുറിവേൽപ്പിക്കുന്നത്, തളർത്തുന്നത്, രോഗിയാക്കുന്നത് ആ ചിന്തിക്കുന്ന വ്യക്തിയെ തന്നെയാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലും മൈൻഡിനെ
ഒന്ന് സ്റ്റഡി ചെയ്ത് ശരിയായിട്ടുള്ള നല്ല ചിന്തകൾക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും ബാധകമായിരിക്കില്ല. അയാൾ വളരെ കൂളായിരിക്കും, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കും. ഒരു ആക്ടിവിറ്റിയും ഇല്ലാണ്ട് ഏത് നിമിഷവും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കകത്തേക്ക് മൈൻഡ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അയാളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്ത വളർന്നുകൊണ്ടേയിരിക്കും. അവരെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപക്ഷെ ദൈവം തമ്പുരാന് പോലും പറ്റിയെന്ന് വരാതെയാകും. കാര്യം അവരുടെ ചിന്ത അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഒരിക്കലും ചിന്തകൾ നമ്മളെ വിഴുങ്ങരുത്. ചിന്തകൾ നമ്മളെ വിഴുങ്ങാനായിട്ട് നമ്മളെ ഇട്ടുകൊടുക്കരുത്. നമ്മൾ ചിന്തയെ ക്രിയേറ്റ് ചെയ്യണം. തോട്ട്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ നമുക്ക് ചുറ്റും സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് പറ്റും. അതിനെപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ കണക്റ്റ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് നമ്മൾ കേൾക്കുക, പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിനകത്ത് സോക്കായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ റീസ്ട്രക്ചർ ചെയ്യുക, തീരുമാനമെടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വന്നോളും. പക്ഷേ നമ്മളിതൊന്നും ചെയ്യാണ്ട് വെറുതെ രാവിലെ എന്തെങ്കിലും 1-2 ജോലിയും ചെയ്തിട്ട് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ആവുന്നത് നെഗറ്റീവ് ചിന്തയായിരിക്കും. ഇത് നമ്മളെ ഫിസിക്കലി ടയേർഡാക്കും, മെൻ്റലി ടയേർഡാക്കും, വിട്ടുമാറാത്ത ചില രോഗങ്ങൾക്ക് അടിമയാക്കും. സോ തോട്ട്സിനെ നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യുക.